ഹായ് ഓൾ, വെൽക്കം ടു വൺസ് S3EC ലോജിക് സർക്യൂട്ട് ഡിസൈൻ്റെ മൊഡ്യൂൾ 1-ലുള്ള കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്പർ സിസ്റ്റം കൺവേർഷൻസിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, പെർഫോം ദി ഫോളോയിങ് ഓപ്പറേഷൻസ്, ഷോ ദി ഇന്റർമീഡിയറ്റ് സ്റ്റെപ്സ് ഓൾസോ. ഓക്കെ, സോ ഓപ്പറേഷൻസ് എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ 5743 to the base 8 minus 3672 to the base 8. Second sub question, CFD4 to the base 16 minus 6A51 to the base 16. And the third sub question, 56 to the base 10 minus 48 to the base 10 using 2's and 1's complement method. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് നമ്പർ സിസ്റ്റം കൺവേർഷൻസും അതിൻ്റെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഒക്ടലിലാണ് തന്നിരിക്കുന്നത്. സോ ഒക്ടലിൽ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള സബ്ട്രാക്ഷൻ ആണ് ഇതിൽ ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ഹെക്സാഡെസിമലിലാണ് ചെയ്യുന്നത്, ഇതേപോലെ തന്നെ സബ്ട്രാക്ഷൻ. തേർഡ് വൺ തന്നിരിക്കുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനാണ്. അതിൽ 2's കോംപ്ലിമെന്റും 1's കോംപ്ലിമെന്റും യൂസ് ചെയ്തിട്ടുള്ള സബ്ട്രാക്ഷൻ ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ 1 by 1 നമുക്ക് ചെയ്ത് നോക്കാം. So first question, 5743 to the base 8 minus 3672 to the base 8. രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, എയും ബിയും. സോ ഇത് എ, ഇത് ബി. ഈ രണ്ട് നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ ആണ് ഒക്ടലിൽ നമുക്ക് ചെയ്യാനുള്ളത്. സോ ഒക്ടൽ നമ്പർ നമ്മൾ ഓൾറെഡി തിയറി പാർട്ടിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? സോ നമുക്ക് നമ്പർ തന്നിരിക്കുന്നതിൽ ഒക്ടലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ ബൈനറി ആയിട്ട് എഴുതുക. 3 ബിറ്റ്സിലാണ് നമ്മൾ ഓരോ ഡിജിറ്റിനെയും ബൈനറി ആയിട്ട് എഴുതേണ്ടത്. സോ ഓരോ ഡിജിറ്റ് ബൈ ഡിജിറ്റ് ആയിട്ട് നമുക്ക് 3 ബിറ്റ് ബൈനറിയിൽ എഴുതി നോക്കാം. സോ 5743, 5 എന്ന് പറയുമ്പോൾ 101, 7 111, 4 100 and 3 011. ഇനി ബി 3672, 3 എന്ന് പറയുമ്പോൾ 011, 6 എന്ന് പറയുമ്പോൾ 110, 7 111 and 2010. സോ നമ്പേഴ്സ് നമുക്കറിയാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. സോ ഇതിൽ സബ്ട്രാക്ഷൻ ചെയ്യാൻ നേരം നമുക്ക് ബൈനറി പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതിലൊരു മെത്തേഡ് എന്ന് പറയുന്നത് 1's കോംപ്ലിമെന്റ് ആണ് സബ്ട്രാക്ഷനിൽ. സോ 1's കോംപ്ലിമെന്റ് ചെയ്യാൻ നേരം രണ്ടാമത്തെ നമ്പർ, ദാറ്റ് ഇസ് നെഗറ്റീവ് ആയിട്ടുള്ള നമ്പറിന്റെ 1's കോംപ്ലിമെന്റ് എടുത്ത ശേഷം ഫസ്റ്റ് നമ്പറുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിൽ ക്യാരി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാരി കിട്ടുന്ന റിസൾട്ടിലേക്ക് ആഡ് ചെയ്യുക. അഥവാ ക്യാരി ഇല്ലാത്തൊരു നമ്പറാണ് കിട്ടുന്നതെങ്കിൽ കിട്ടുന്ന ആൻസർ നെഗറ്റീവായിട്ട് അസ്യൂം ചെയ്തിട്ട് നമ്മൾ അതിന്റെ 1's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. സോ ഇതാണ് അതിന്റെ മെത്തേഡ്. സോ നമുക്ക് ചെയ്ത് നോക്കാം. ബി എന്ന് പറയുന്ന നമ്പറാണ് ഇവിടെ നെഗറ്റീവ് നമ്പർ, ദാറ്റ് ഈസ് -3672 എന്ന് പറയുന്നത്. ആ നമ്പറിന്റെ 1's കോംപ്ലിമെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ബൈനറിയിൽ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് ആ നമ്പർ. ഇനി അതിന്റെ 1's കോംപ്ലിമെന്റ് ആണ്. സോ 011, 110, 111, 010. ഈച്ച് നമ്പറിനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്താൽ നമുക്ക് 1's കോംപ്ലിമെന്റ് കിട്ടും. സോ 011 എന്ന് പറയുമ്പോൾ 100 ആണ്, 110 എന്ന് പറയുമ്പോൾ 001 വരും, 111 എന്ന് പറയുമ്പോൾ 000, നെക്സ്റ്റ് 010 എന്ന് പറഞ്ഞാൽ 101. സോ ഇതാണ് അതിന്റെ 1's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. സോ ഈ നമ്പറിനെയും ഇപ്പൊ കിട്ടിയ 1's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനെ കൂടെ ആഡ് ചെയ്യുക നമ്മൾ. സോ ഫസ്റ്റ് കിട്ടിയ നമ്പറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 101, 111, 100, 011. നെക്സ്റ്റ് കിട്ടിയിരിക്കുന്ന ഈ 1's കോംപ്ലിമെന്റ് നമ്പറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 100, 001, 000, 101. ഇനി LSB തൊട്ടിട്ട് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് അഡീഷൻ ചെയ്യാം. ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാണ്. ക്യാരി വരികയാണെങ്കിൽ നെക്സ്റ്റ് ബിറ്റിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും. സോ 1 + 1 നമുക്ക് നോക്കാം. 1 + 1 is 0, ക്യാരി 1. 1 + 1 is 0, ക്യാരി 1. ആൻഡ് 1 + 1 is 0, ഇവിടേക്ക് ക്യാരി 1. ദെൻ ഇവിടെ 1, 0 + 0 0, 1 + 0 1. 1 + 1 0, ക്യാരി 1. 1 + 1 0, ക്യാരി 1. ആൻഡ് 1 + 1 0, ക്യാരി 1. 1 + 1 is 0, ക്യാരി 1. 1 + 0 + 0 1 ആണ്. ദെൻ അഗെയിൻ 1 + 1 0, ക്യാരി 1. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 1010, 000, 101, 000. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ ബൈനറി നമ്പർ. ഇനി ഈ അഡീഷൻ കിട്ടിയിരിക്കുന്ന നമ്പർ, ദാറ്റ് ഈസ് 1's കോംപ്ലിമെന്റ് വഴി കിട്ടിയിരിക്കുന്ന നമ്പറിൽ ക്യാരി ആയിട്ട് 1 ഉണ്ട്. സോ 1 ഉള്ളപ്പോൾ നമുക്ക് ഈ റിസൾട്ടിലേക്ക് ആ ക്യാരി ആഡ് ചെയ്യാണ് വേണ്ടത്. സോ ഈ 1 എടുത്തിട്ട് ഇവിടേക്ക് നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള റിസൾട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ 1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ മാത്രം ചേഞ്ച് ആയി 1 വരും, ബാക്കി എല്ലാ ബിറ്റ്സും അതേപോലെ തന്നെ എഴുതുക. സോ ദിസ് ഇസ് ദി ഫൈനൽ റിസൾട്ട്. 010, 000, 101, 001. ഇനി ആ നമ്പറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് ചെയ്യേണ്ടത് ഏതാണ്? അവർ സബ്ട്രാക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഏത് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ബൈനറിയിൽ എഴുതാൻ പറ്റില്ല, അതിനെ വീണ്ടും ഒക്ടലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ 3 ബിറ്റ്സിന്റെ ഗ്രൂപ്പ് എടുത്തിട്ട് നമ്മൾ അതിന്റെ ഒക്ടൽ ഈക്വലന്റ് കണ്ടുപിടിക്കണം.
സോ 0 1 0 എന്ന് പറയുമ്പോൾ ഈക്വലന്റ് നമ്പർ 2 ആണ്. നെക്സ്റ്റ് 0 0 0 എന്ന് പറയുമ്പോൾ ഈക്വലന്റ് നമ്പർ ഇസ് 0. ആൻഡ് നെക്സ്റ്റ് 1 0 1 ഈക്വലന്റ് നമ്പർ ഇസ് 5. ആൻഡ് നെക്സ്റ്റ് 0 0 1 ഈക്വലന്റ് നമ്പർ ഇസ് 1. സോ 2 0 5 1 ടു ദി ബേസ് 8 ആണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ നമ്പർ. സോ ഈ നമ്പർ രണ്ടെണ്ണം തന്നിട്ടുണ്ടാവും. ആ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ വൺസ് കോംപ്ലിമെന്റ് ആയിട്ടുള്ള നെഗറ്റീവ് നമ്പറിനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് ഫൈനലി കിട്ടുന്ന ബൈനറി നമ്പറിനെ വീണ്ടും നമ്മൾ ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ CFD4 6A51 ഇതേപോലെ തന്നെ തന്നിരിക്കുന്നത് ഹെക്സാ ഡെസിമലിലാണ്. സോ ഹെക്സാ ഡെസിമലിന്റെ സബ്ട്രാക്ഷൻ ആണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. സോ ക്വസ്റ്റ്യൻ ഇസ് CFD4 ടു ദി ബേസ് 16 minus 6A51 ടു ദി ബേസ് 16. ഈ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു. then ഇതേപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്യുക. നമ്മളിവിടെ വൺസ് കോംപ്ലിമെന്റ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. സോ വൺസ് കോംപ്ലിമെന്റ് വെച്ചിട്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് ഫൈനൽ നമ്പറിനെ നമ്മൾ ഹെക്സാഡെസിമലിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നു. സോ CFD4 എന്ന് പറയുമ്പോൾ ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് 4 ബിറ്റ്സിന്റെ ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓരോ ഡിജിറ്റിനെയും ബൈനറി ആയിട്ട് 4 ബിറ്റ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ എഴുതുക. C എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0 to 9 വരെയുള്ള നമ്പേഴ്സ് ഡെസിമലിൽ എഴുതിയാൽ ഹെക്സാ ഡെസിമലിൽ അതിന് ചേഞ്ച് ഒന്നുമില്ല, 0 to 9 വരെ തന്നെയാണ്. ബട്ട് 10 11 12 13 14 15 ഈ നമ്പേഴ്സ് എല്ലാം എഴുതുമ്പോൾ വ്യത്യാസമുണ്ട്. 10 എന്ന് പറയുന്നത് ഹെക്സാ ഡെസിമലിൽ A ആണ്, 11 B ആണ്, C D E F. ഓക്കെ, സോ C എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 12 ആണ്. 12 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ ബൈനറി ആണ് നമ്മൾ എഴുതേണ്ടത്. ദാറ്റ് ഈസ് 1100. നെക്സ്റ്റ് F എന്ന് പറയുന്നത് ഇവിടെ 15 ആണ്. സോ 15 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 1111 ആണുള്ളത്. നെക്സ്റ്റ് D ആണുള്ളത്. D എന്ന് പറയുന്നത് 13 ആണ്. 13 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ആണ് 1101. നെക്സ്റ്റ് 4 ആണുള്ളത്. 4 കറസ്പോണ്ടിങ് 0100. സോ ബൈനറിയിൽ എഴുതി സെക്കൻഡ് നമ്പറിനെ നമ്മൾ ഇതേപോലെ തന്നെ ബൈനറി ആയിട്ട് 4 ബിറ്റ്സ് ആയിട്ട് എഴുതുക. 60110 ആണ്. A എന്ന് പറയുന്നത് 10 ആണ്. സോ 10 കറസ്പോണ്ടിങ് ആണ് 1010. നെക്സ്റ്റ് 50101 ആൻഡ് 10001. അപ്പോൾ നമ്മൾ രണ്ട് നമ്പേഴ്സിൻ്റെയും 4 ബിറ്റ്സിൽ ബൈനറി എഴുതി. ഇനി സെക്കൻഡ് നമ്പർ ആണ് നെഗറ്റീവ് നമ്പർ. അതിൻ്റെ വൺസ് കോംപ്ലിമെന്റ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഈ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നതാണ് 1001 0101 1010 111 ഇനി നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിനെയാണ് ആഡ് ചെയ്യാനുള്ളത്. സോ നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതുകയാണ്. ഫസ്റ്റ് നമ്പറിനെ റീറൈറ്റ് ചെയ്ത് എഴുതി 1100 1111 1101 0100. നെക്സ്റ്റ് വൺസ് കോംപ്ലിമെന്റ് ആയിട്ടുള്ള നമ്പറിനെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് 1001 0101 1010 111. ഇനി ഈ രണ്ട് നമ്പേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാം. 0 plus 0 is 0, 0 plus 1 1, 1 plus 1 0 carry 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 1. 3 ones ഉണ്ട്. സോ 1 carry 1. ഇവിടെ 3 ones 1 carry 1, 1 plus 1 0 carry 1, 3 ones 1 carry 1, 2 1 0 carry 1. നെക്സ്റ്റ് 1 plus 1 0 carry 1. ഇവിടെ 1 അങ്ങനെ എടുത്തെഴുതി. 1 plus 0 is 1 and 1 plus 1 is 0 carry 1. ഓക്കെ, അപ്പോൾ ഇവിടെയും 1 ഉണ്ട് നമുക്ക്. സോ റിസൾട്ടിലേക്ക് ജസ്റ്റ് ആ 1 ആഡ് ചെയ്താൽ മതി. സോ 0110 0101 1000 1010യുടെ കൂടെ നമ്മൾ ആ 1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറാണ് 0011. സോ ഈ കിട്ടിയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ബൈനറിയാണ്. സോ ബൈനറിനെ നമ്മൾ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സോ 0110 എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് 6, 0101 എന്ന് പറഞ്ഞാൽ 5 ആണ്, 1000 8 ആണ്, ആൻഡ് 0011 3 ആണ്. സോ 6583 ടു ദി ബേസ് 16 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 56 to the base 10 minus 48 to the base 10 using 2's and 1's complement method. ഓക്കെ, സോ ഇവിടെ 2's and 1's complement മെത്തേഡ് യൂസ് ചെയ്തിട്ട് രണ്ട് നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ തന്നിരിക്കുന്നത് ഡെസിമലിലാണ്. സോ രണ്ട് നമ്പേഴ്സ് നമുക്ക് എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ 1's complement മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ രണ്ട് നമ്പേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ബൈനറി ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഇവിടെ ഓരോ ഡിജിറ്റിനെ അല്ല ബൈനറി ആക്കേണ്ടത്, കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഈക്വലന്റ് ബൈനറി കിട്ടും. സോ 56ന്റെ ബൈനറി അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 00111 000 ആണ്.
അതേപോലെ തന്നെ 48ന്റെ ബൈനറി നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ് 00110000 ആണ്. സോ കിട്ടിയിരിക്കുന്ന നമ്പർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. സോ ഇതിൽ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് 2's കോംപ്ലിമെന്റ് മെത്തേഡും 1's കോംപ്ലിമെന്റ് മെത്തേഡും യൂസ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് 1's കോംപ്ലിമെന്റ് യൂസ് ചെയ്യാം. സോ രണ്ടാമത് കൊടുത്തിരിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള നമ്പർ 48, ആ 48ന്റെ പറയുന്നതിന്റെ 1's കോംപ്ലിമെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ 48ന്റെ 1's കോംപ്ലിമെന്റ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ദിസ് ഇസ് ദ 1's കോംപ്ലിമെന്റ്, ദാറ്റ് ഇസ് 11. ഇവിടെ 00ക്ക് വരും 11, 11 വരും 00, നെക്സ്റ്റ് എല്ലാം 1. ഓക്കെ, ഇനി ഈ നമ്പറുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്പർ അങ്ങനെ തന്നെ നമ്മളിവിടെ എടുത്തെഴുതി, ദാറ്റ് ഇസ് 00111000. നെക്സ്റ്റ് നമുക്ക് ഈ നമ്പറാണ് 1's കോംപ്ലിമെന്റ് നമ്പർ, ദാറ്റ് ഇസ് 1100111. ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുമ്പോൾ 0 + 1 is 1, 0 + 1 1, 0 + 1 1, 1 + 1 0 carry 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 1 and 1 + 1 0 carry 1. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന 1നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് 8 ബിറ്റ് സം ആയിട്ടാണ് ഇത് വേണ്ടത്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പറിലേക്ക് ഈ ക്യാരിയെ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, 00001000. ഇതിൻ്റെ കൂടെ ഈ 1 ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. 1 ആഡ് ചെയ്യുമ്പോൾ 1 + 1 0 carry 1 വരും, 1 + 1 0 carry 1 വരും, 1 + 1 0 carry 1 വരും. അങ്ങനെയാണ് ഈ നമ്പർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ തിരിച്ച് എന്ത് ചെയ്യണം, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിൽ നമുക്ക് പൊസിഷണൽ വെയിറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇതിവിടെ എല്ലാം സീറോസ് ആണ്. അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് പൊസിഷണൽ വെയിറ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് ഇസ് 1 × 2⁻³ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8 കിട്ടും. സോ ദി ആൻസർ ഇസ് 8⁻10. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 2's കോംപ്ലിമെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ സെയിം പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇപ്പം ഇവിടെയും 56ഉം 48ഉം ഓൾറെഡി നമ്മൾ ബൈനറിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി 2's കോംപ്ലിമെന്റ് ഓഫ് 48 ആണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. സോ ആദ്യം 1's കോംപ്ലിമെന്റ് നമ്മളിവിടെ എഴുതി, ദിസ് ഇസ് ദി 1's കോംപ്ലിമെന്റ്. ഇനി അതിനുശേഷം ആ 1's കോംപ്ലിമെന്റിന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ നമ്പർ കിട്ടുന്നത്. 1 ആഡ് ചെയ്യുമ്പോൾ 1 + 1 എന്ന് പറയുന്നത് 0 carry 1 വരും, 1 + 1 0 carry 1, 1 + 1 0 carry 1, 1 + 1 0 carry 1. ഇവിടെ 1 അങ്ങനെ വന്നു, ഈ ഡിജിറ്റ്സ് അങ്ങനെ എടുത്തേക്ക്. സോ ദിസ് ഇസ് ദി 2's കോംപ്ലിമെന്റ്. ഇനി 2 നമ്പേഴ്സും കൂടി ആഡ് ചെയ്യാം. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. ഈ 2 നമ്പേഴ്സാണ് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ 56 എന്ന് പറയുന്ന നമ്പർ അങ്ങനെ തന്നെ നമ്മളിവിടെ എടുത്തെഴുതി 00111000. നെക്സ്റ്റ് ഈ നമ്പർ 2's കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള നമ്പർ 11010000. ഈ 2 നമ്പേഴ്സാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. 0 + 0 0, ഇത് 2 നമ്മൾ ആഡ് ചെയ്യാണ്. 0 + 0 again 0, 0 + 0 0, 1 + 0 1, 1 + 1 0 carry 1, 1 + 1 0 carry 1, 1 + 1 0 carry 1 and 1 + 1 0 carry 1. അപ്പോൾ ഇവിടെ നമുക്കൊരു 1 ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ 2's കോംപ്ലിമെന്റ് മെത്തേഡിൽ 1 വന്നു കഴിഞ്ഞാൽ ആ ക്യാരി ആയിട്ടുള്ള 1നെ ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ആ ക്യാരി ഡിസ്കാർഡ് ചെയ്ത് ബാക്കിയുള്ള നമ്പർ നമ്മൾ എടുത്തെഴുതുക. ദാറ്റ് ഈസ് 00001000. കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ നേരത്തെ കിട്ടിയ പോലെ തന്നെ ഇവിടെയൊക്കെ 0 ആണ്. ഇവിടെ മാത്രം പൊസിഷണൽ വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ 2⁻³ × 1 8⁻10 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ്. പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി വേറെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീസ് പ്രോബ്ലംസുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. So now, thanks for watching once.